പിണറായി വിജയന്റെ നട്ടെല്ലിന് കൊടുത്ത അടിയാണ് ഈ തിരഞ്ഞെടുപ്പിലെ ഇടതു പരാജയമെന്ന് കണ്ണൂരിൽ നിന്നും വിജയിച്ച UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ടി.ഒ. മോഹനൻ. കണ്ണൂർ മണ്ഡലത്തിൽ കോടിക്കണക്കിന് രൂപയുടെ വികസന പദ്ധതികൾ നടപ്പിലാക്കിയെന്ന് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ അവകാശപ്പെട്ടിരുന്നു. അതൊന്നും ജനങ്ങളിലേക്ക് എത്തിയില്ലെന്നതിന്റെ തെളിവാണ് തിരഞ്ഞെടുപ്പ് ഫലമെന്ന് അദ്ദേഹം വോട്ടെണ്ണൽ കേന്ദ്രമായ ചാല ചിൻടെക്കിൽ വെച്ച് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. വോട്ട് കുറഞ്ഞു, പക്ഷേ മറുവശത്ത് പാർട്ടിയുടെ എല്ലാ വിലക്കും ലംഘിച്ച് അതിന്റെ ഭീഷണികളെ അവഗണിച്ച് CPM-ന്റെ സീനിയറായ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ റബലായിട്ട് മത്സരിച്ചു. തൊട്ടപ്പുറം പയ്യന്നൂരിൽ അവരൊക്കെ ഉയർത്തിയ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം. ഒന്ന്, പാർട്ടിയുടെ സെക്രട്ടറിയുടെ ഭാര്യയെ അദ്ദേഹത്തിന് ശേഷം അവരോധിക്കാൻ ശ്രമിച്ചത് തെറ്റായ ഒരു കീഴ്വഴക്കമാണ് എന്നാണ് പറഞ്ഞത്. മറുവശത്ത് എല്ലാ പാർട്ടിക്കാരും ആ പാർട്ടിക്കകത്തെ രക്തസാക്ഷികളെ അവരെ എന്നും ആവേശത്തോടെ ഏറ്റുവിളിച്ച് പുതിയ തലമുറക്ക് പ്രചോദനം നൽകാറുണ്ട്. അവർ നൽകിയ ത്യാഗത്തെക്കുറിച്ച് ഓർമ്മിക്കാറുണ്ട്. ഇവിടെ രക്തസാക്ഷികൾ ഉണ്ടാകുമ്പോൾ ആ രക്തസാക്ഷികളെ മുന്നിൽ വെച്ച് കോടികൾ പിരിച്ച് പോക്കറ്റിലാക്കാൻ വേണ്ടി നടക്കുന്ന നേതൃത്വത്തിനെതിരെയാണ് പയ്യന്നൂരിൽ ഒരു സ്ഥാനാർത്ഥി ഉണ്ടായത്, CPM-ന്റെ ജില്ലാ കമ്മിറ്റി അംഗം. ആ രണ്ടുപേരെയും നെഞ്ചോട് ചേർത്ത് വെച്ച് അവരെ വിജയിപ്പിക്കുന്നതാണ് പയ്യന്നൂരിലെ ജനത ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. അതുപോലെ തന്നെയാണ് മട്ടന്നൂർ. 60,000 വോട്ടിനാണ് കഴിഞ്ഞ തവണ ജയിച്ചത്. അവിടുത്തെ ഭൂരിപക്ഷം ഒന്ന് പരിശോധിച്ചാൽ മതി. കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് അവകാശപ്പെടുന്ന, ഒന്നിലധികം ചങ്കുണ്ടെന്ന് അവകാശപ്പെടുന്ന, കേരളത്തിലെ എല്ലാ വിഷയത്തിലും അഭിപ്രായം പറയുക മാത്രമല്ല ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന പിണറായി വിജയനെ നട്ടെല്ലിന് കൊടുത്ത ഏറ്റവും വലിയ അടിയായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലത്തെ നമ്മൾ കാണേണ്ടത്. എല്ലാ സ്ഥലത്തും, കൂത്തുപറമ്പിലായാലും എല്ലാ സ്ഥലത്തും അതിന്റെ വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. ആ മാറ്റം കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി പിരിച്ചുവിടാൻ പാകത്തിലുള്ള നിലയിലേക്ക് എത്തി എന്നുള്ളതാണ്. ഒന്നുകിൽ പിരിച്ചുവിടുക, അതല്ലെങ്കിൽ CPM പാർട്ടി യോഗം ചേർന്ന് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള CPM സംസ്ഥാന നേതൃത്വം രാജിവെച്ച് പുതിയ തലമുറ ഏൽപ്പിച്ചുകൊണ്ട് ഒരു പുതിയ സന്ദേശത്തിന് തുടക്കം കുറിക്കണം എന്നുള്ളതാണ്. ഏതായാലും സംശുദ്ധമായ രാഷ്ട്രീയം ആഗ്രഹിക്കാത്ത ആളുകളില്ല. ആ സംശുദ്ധമായ രാഷ്ട്രീയം കൊണ്ടു നടക്കാൻ അത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് മാത്രമാണ് കഴിയുക എന്നൊക്കെ പറഞ്ഞ ആളുകൾ അവർ ചെയ്തു കൂട്ടിയ തോന്നിയാസങ്ങൾ എത്രമാത്രം ഭീകരമാണ് എന്ന് ജനങ്ങൾ എത്രമാത്രം അതിനോട് പ്രതികരിച്ചു എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നപ്പോൾ നമുക്ക് എല്ലാവർക്കും ബോധ്യമായിട്ടുണ്ട്. ഈ തോൽവിയിൽ നിന്നും പാഠം പഠിക്കണം. രാഷ്ട്രീയ രംഗം സംശുദ്ധമായിരിക്കണം. ജനങ്ങളോട് പ്രതിബദ്ധത ഉണ്ടാകണം. ആ പ്രതിബദ്ധത ഇല്ലാതെ അധികാരം കിട്ടിക്കഴിഞ്ഞാൽ ജനങ്ങളെ വെല്ലുവിളിക്കാനുള്ളതാണെന്ന ബോധ്യത്തിൽ മുന്നോട്ട് പോകുന്നവർക്കെതിരെയുള്ള ശക്തമായ വിധിയെഴുത്താണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം എന്നാണ് സൂചിപ്പിക്കുന്നത്.